ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2-3 ദിവസമായി കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് എഡിറ്റ് ചെയ്യാനങ്ങ് മറന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തുവാന്ന് വെച്ചാൽ ഞങ്ങളുടെ ബിന്ദു ചേച്ചി, ഞങ്ങൾ ബിന്ദു അമ്മേന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ബിന്ദു ചേച്ചി പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫർ. അപ്പം ഞങ്ങളെല്ലാം ഒരു ചെറിയ യാത്രയയപ്പ് നടത്തി. അപ്പോൾ എല്ലാവരും ബിന്ദു ചേച്ചിയെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ ആദ്യം ഞങ്ങളുടെ രേഖ ചേച്ചി സംസാരിച്ചു, പിന്നെ സുമ ചേച്ചി, ലൗലി, പിന്നെ ഞാൻ, പിന്നെ മനു ചേച്ചി, അങ്ങനെ ഞങ്ങളെല്ലാവരും 2 വാക്ക് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്തുവാ പറയുന്നതെന്ന് ഞങ്ങൾക്കോ കേൾക്കുന്ന അവർക്കോ അറിയത്തില്ല. കാരണം ഞങ്ങൾക്കെല്ലാവർക്കും ബിന്ദുവമ്മ പോകുന്നതിന് ഭയങ്കര വിഷമമാണ്. കാരണം ഞങ്ങളിൽ ഏറ്റവും മൂത്തത് ബിന്ദു ചേച്ചിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മണ്ടത്തരവും പൊട്ടത്തരവും കാണിക്കുന്നതും പറയുന്നതും ബിന്ദു ചേച്ചിയാണ്. ബിന്ദു ചേച്ചി ഒരു ദിവസം ഇല്ലെങ്കിൽ ഞങ്ങൾക്കെല്ലാം ബോറടിയാണ്. ഒരു ദിവസം ലീവ് എടുക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ അന്നൊരു രസമില്ല. അപ്പം ഞങ്ങളെപ്പോഴും പുറത്തുള്ളവരായാലും പുറത്ത് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥരായാലും എല്ലാവരും പറയും, ആര് വന്നാലും പറയും തിരുവല്ലയിലെ സ്റ്റാഫ് എല്ലാവരും ഒറ്റക്കെട്ടാ. സത്യമാണ് അത്. ഞങ്ങൾ ഇതിനകത്ത് 5 പേരും 5 സ്വഭാവം. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാലോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു വിജയവും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എല്ലാവർക്കും ഓരോരോ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ കാര്യത്തോടെടുക്കുമ്പോൾ ഞങ്ങൾ 5 പേരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. പിന്നെ ഞങ്ങളുടെ ഈ ഗ്യാങ്ങിലേക്ക് വന്നതാണ് മനു ചേച്ചി, ഞങ്ങളുടെ ട്യൂട്ടർ. ചേച്ചിയും ഈ വർഷം പോയി. പിന്നെ ഒരു 2024-25 വർഷത്തെ സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായൊരു വർഷമാണ്. പിന്നെ നല്ലൊരു ബാച്ചായിരുന്നു ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ. നല്ലൊരു ബാച്ചെന്ന് വെച്ചാൽ നല്ലൊരു ബാച്ച്. അവർ പോയി, പിന്നെ ബിന്ദു ചേച്ചി പോയി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പൊതുവേ ഒരു വിഷമമുള്ളൊരു വർഷമായിരുന്നു. പിന്നെ അതിലുപരി സന്തോഷമെന്ന് വെച്ചാൽ ബിന്ദു ചേച്ചിക്ക് പ്രമോഷൻ വിത്ത് ട്രാൻസ്ഫറാണ്, തിരുവല്ലയിൽ തന്നെ. പക്ഷേ എന്തെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ ഒന്നിച്ച് എല്ലാവരും കൂടി ഇരിക്കുകയും ഒക്കെ ജോലി ചെയ്യുകയൊക്കെ ചെയ്തതുപോലെ ഇനിയും പറ്റത്തില്ലല്ലോ. ഇനി എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് വിളിക്കുക വരിക, അങ്ങനെയല്ല പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളെല്ലാവരും 2 വാക്ക് വീതം സംസാരിച്ചു. ഈ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോമഡിയാണെന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ ചേച്ചിക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ബിന്ദു ചേച്ചി 2 വാക്ക് ഞങ്ങളെക്കുറിച്ചും ഞങ്ങളോടും പറഞ്ഞു. പാവം കരഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു പാട്ടുമൊക്കെ പാടി. പക്ഷേ കരയുന്നെങ്കിലും ഇടയ്ക്ക് ഞങ്ങൾ കോമഡി പറഞ്ഞങ്ങ് ചിരിക്കുക കേട്ടോ. ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. ഇതാ ഒറിജിനൽ. കാരണം ഞങ്ങൾ കരഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് കരയും. ഒരാൾക്കൊരു വിഷമം വന്നാൽ ഞങ്ങൾ 5 പേരും ഒന്നിച്ച് നിൽക്കും. ചിരിച്ചാൽ ഞങ്ങൾ 5 പേരും ഒന്നിച്ച് ചിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. അപ്പം ഞങ്ങളുടെ ബിന്ദു ചേച്ചിക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ.